ആഗോള അയ്യപ്പ സംഗമത്തിനായി പമ്പയിൽ കൂറ്റൻ പന്തൽ ഒരുങ്ങി കഴിഞ്ഞു. ദേവസ്വം മന്ത്രി വി എൻ വാസവൻ ഒരുക്കങ്ങൾ നേരിൽ കണ്ട് വിലയിരുത്തി. ഈ മാസം 20-നാണ് ആഗോള അയ്യപ്പ സംഗമം. ലക്ഷ്യങ്ങൾ ഇവയാണ്: ശബരിമല മാസ്റ്റർ പ്ലാൻ ചർച്ച ചെയ്യുക, ശബരിമലയെ പിൽഗ്രിം ടൂറിസം സെന്ററായി മാറ്റുന്നതിനുള്ള ചർച്ച നടത്തുക, ശബരിമലയിലെ തിരക്ക് എങ്ങനെ ക്രമീകരിക്കാം എന്നത് സംബന്ധിച്ചും ചർച്ച നടത്തുക, ആഗോള തീർത്ഥാടന കേന്ദ്രമായി ശബരിമലയെ മാറ്റുക എന്നതാണ് ലക്ഷ്യമെന്ന് ദേവസ്വം മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു. തമിഴ്നാട്ടിൽ നിന്നുള്ള 2 മന്ത്രിമാർ ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കും. കേന്ദ്രമന്ത്രിമാരായ നിതിൻ ഗഡ്കരിയെയും സുരേഷ് ഗോപിയെയും ക്ഷണിച്ചിരുന്നു. മറുപടി ലഭിച്ചില്ല. നമ്മൾ ക്ഷണിച്ചിരുന്നു, അത് നിതിൻ ഗഡ്കരിയെ ക്ഷണിച്ചിരുന്നു, അശോക് വൈഷ്ണവിയെ ക്ഷണിച്ചിരുന്നു. ഇവിടെ സ്ഥിരമായി വന്നു പോകാറുള്ള ആളുകളെ, അതുകൂടാതെ കേരളത്തിൽ നിന്നുള്ള ബഹുമാന്യ സുരേഷ് ഗോപിയെ നേരിട്ട് തന്നെ പ്രസിഡന്റ് തന്നെ നേരിട്ട് പോയി ക്ഷണിച്ചിരുന്നതാണ്. അപ്പോൾ മറുപടി ഇതുവരെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ചിലവ് 7 കോടി രൂപയിൽ താഴെയായിരിക്കും. കണക്കുകൾ സുതാര്യമായിരിക്കും. സർക്കാരിനും ദേവസ്വം ബോർഡിനും നഷ്ടം വരില്ല. സ്പോൺസർഷിപ്പിലൂടെ പണം സ്വരൂപിക്കും. പൊതുവിൽ അവർ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയപ്പോൾ ആദ്യഘട്ടത്തിൽ വന്നിട്ടുള്ളത് ഒരു 7 കോടിക്കുള്ളിൽ നിൽക്കുന്നുള്ളതിലാണ് അവർ കണ്ടിട്ടുള്ളത്. അപ്പോൾ അതിനെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിൽ ഗവൺമെന്റിനോ ബോർഡിനോ ബാധ്യത വരാതെ ഇവിടെ ശബരിമലയെ സഹായിക്കുന്ന ധാരാളം സ്പോൺസർമാരുണ്ട്. അവരെ വെച്ചിട്ടായിരിക്കും. അതെല്ലാം സുതാര്യമായിരിക്കും. കൃത്യമായി ആരെ എന്ത് ചെയ്തു എന്നുള്ള കാര്യം പരസ്യമായിട്ട് കഴിഞ്ഞ ബോർഡ് ചെയ്യും. ബോർഡ് നേരത്തെ അത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 3500 പേർക്ക് ഇരിക്കാനുള്ള സൗകര്യത്തോടെയാണ് പന്തൽ ഒരുങ്ങുന്നത്. കൾച്ചറൽ പ്രോഗ്രാമുകൾ വേദിയിൽ നടക്കും. വിജയ് യേശുദാസ് കലാപരിപാടിയിൽ പങ്കെടുക്കും. ഈ മാസം 20-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഗോള അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്യും. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ. ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.